ദൈവത്തിന് സ്തോത്രം. ഇന്ന് ലോകമെമ്പാടും ക്രിസ്മസ് ദിനമായിട്ട് കൊണ്ടാടുന്ന അനുഭവമാണ്. എന്നാൽ ആദിമ ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിച്ചിരുന്നതായിട്ട് കാണുവാൻ കഴിയുന്നില്ല. ആദ്യം പൗരസ്ത്യ സഭയും തുടർന്ന് പാശ്ചാത്യ സഭയും ജനുവരി 6-നെയാണ് ക്രിസ്തുവിന്റെ ജന്മദിനമായി ആഘോഷിച്ചിരുന്നത്. ഇത് വിജാതിയർ ഡയോന്യോഷ്യസ് ദേവന്റെ പെരുന്നാളായി ആചരിച്ചു വന്ന ദിവസമാണ് എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശുവിന്റെ ജന്മദിനം ഡിസംബർ 25 ആണോ എന്നത് അത് വളരെ വിവാദ വിഷയമാണ്. ക്രിസ്തുവിന്റെ ജന്മദിനം ഏപ്രിൽ 20-നായിരുന്നുവെന്ന് ചിലരും മെയ് 20-ന് ആയിരുന്നുവെന്ന് മറ്റു ചിലരും കരുതിപ്പോന്നതായി അലക്സാൻഡ്രിയയിലെ ക്ലെമന്റ് അഭിപ്രായപ്പെടുന്നതായിട്ടും ചരിത്രം പറയുന്നുണ്ട്. ജനുവരി 6-ന് യേശു ജനിച്ചതായി ഈജിപ്തുകാര് വിശ്വസിച്ചിരുന്നതായിട്ടും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. AD 336-ലാണ് ക്രിസ്തുവിന്റെ ജനനം ഡിസംബർ 25-ന് എന്ന് റോമാക്കാർ അംഗീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. സൂര്യദേവന്റെ ഉത്സവ ദിനമായ ഡിസംബർ 25-നെ ക്രിസ്തുവിൻ്റെതാക്കി മാറ്റിയത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് എന്നതും ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യമാണ്. തലയായ ക്രിസ്തുവും അവയവങ്ങളായ വിശ്വാസികളും തമ്മിലുള്ള ഗാഢമായ ബന്ധമാണ് ദൈവജനത്തിൽ രൂപമായി ഇരിക്കുന്നത് എന്നതും നമുക്ക് ദൈവവചന അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിന്റെ മരണത്തിലൂടെ സിദ്ധിച്ച ഐക്യത്തിന്റെയും പാരസ്പര്യത്തിന്റെയും ബന്ധങ്ങളും ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ലഭിച്ച ശക്തമായ ബന്ധവുമാണ് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ റോമാലേഖനം 7:4, 2 കൊരിന്ത്യ ലേഖനം 4:10, 12, അതേപോലെ 1 കൊരിന്ത്യ ലേഖനം 15:42 മുതലുള്ളതായ വേദഭാഗങ്ങൾ, എഫേസ്യ ലേഖനം 1:20 തൊട്ട് 23 വരെയുള്ള വേദഭാഗങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങളാണ് ക്രിസ്തുവിലുള്ളവരെ തന്നിൽ ഏക ശരീരമായി കൂട്ടിച്ചേർത്തിരിക്കുന്നത് എന്നതും ദൈവവചനം വളരെ വ്യക്തമാക്കുന്നതാണ്. തന്റെ ശരീരമായ സഭയെക്കുറിച്ച് വളരെ ഹ്രസ്വമായി ക്രിസ്തു തന്നെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തതും നമുക്ക് മനസ്സിലാക്കാവുന്നതും ആണ്. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 14:20 പറഞ്ഞിരിക്കുന്നത്. കൊലോസ്യ ലേഖനം 1:26, 27 വാക്യങ്ങൾ പറയുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു എന്ന ആ വലിയ മർമ്മമാണ് എന്നതും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ മർമ്മങ്ങളൊന്നും അറിയാതെ ഇന്ന് കുറെ തീറ്റയും കുടിയും ആഘോഷങ്ങളും കരോളുകളും അതേപോലെ മറ്റു ചില കെട്ടുകഥകളുമൊക്കെ ഉണ്ടാക്കി എന്താണ് ആ ക്രിസ്മസ് അല്ലെങ്കിൽ ക്രിസ്തു എന്തിനു വേണ്ടിയാണ് ജനിച്ചത് എന്ന് മനസ്സിലാക്കാതെ ഇന്ന് ക്രൈസ്തവരും മാത്രമല്ല ലോകം മുഴുവനും എല്ലാവരും ഏതോ ഒരു വലിയ ആഘോഷമായിട്ട് അത് തരം താഴ്ത്തി കളഞ്ഞിരിക്കുന്ന ഈ ക്രിസ്മസ് കാണുമ്പോൾ ക്രിസ്തുവില്ലാത്ത ക്രിസ്മസിനെ കണ്ടുകൊണ്ട് അരിമനാഥൻ ദുഃഖിക്കുകയാണ്, വേദനപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മറക്കരുത് എന്ന് ഒരിക്കൽ കൂടെ ഈ ക്രിസ്മസ് ദിനത്തിൽ എന്തിന് ക്രിസ്തു ജനിച്ചു? പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി, അവരെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി, അവർക്ക് നിത്യജീവൻ കൊടുക്കേണ്ടതിന് വേണ്ടി. ആ യഥാർത്ഥ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയുള്ള ഈ ക്രിസ്മസ് എന്ത് എന്ന് നമുക്ക് ഒന്നുകൂടി ചിന്തിക്കാം. അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മന്ത്രിയാം ദൈവം, നിത്യതാതനും വീരനാം ദൈവം,
ഉന്നതദേവൻ നീതിയിൻ സൂര്യൻ രാജാധിരാജനാം മിശിഹാ അവൻ അത്ഭുത മന്ത്രിയാം ദൈവം നിത്യതാതനും വീരനാം ദൈവം ഉന്നതദേവൻ നീതിയിൻ സൂര്യൻ രാജാധിരാജനാം മിശിഹാ ഹല്ലേലൂയാ 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 കോടാകോടിതൻ ദൂതസൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മിശിഹാ കോടാകോടിതൻ ദൂതസൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മിശിഹാ